ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവി ആകെ ടെൻഷൻ അടിച്ച് അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, അതെ എത്രയും വേഗം നിങ്ങൾ ഒരു ജാമ്യക്കാരെ ഏർപ്പെടുത്തിക്കോ, ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. ഇവിടെ സൂര്യ ചേച്ചിക്ക് തീരെ വയ്യ. നിങ്ങൾ കൊണ്ടുവന്ന പച്ചില മരുന്നുകളില്ലേ എന്നും പറഞ്ഞ് വിഷച്ചെടികൾ അതെല്ലാം കൂടെ പൊടിച്ച് അമ്മ ഒരു ലേഹ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ എനിക്ക് വേണ്ടി തന്നതായിരുന്നു, ഞാൻ കഴിച്ചില്ല, പകരം അവരെടുത്ത് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ കാര്യം പറയാട്ടോ. അതുകൊണ്ട് അവരാകെ ടെൻഷനിലാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മിത്ര രാവിലെ തന്നെ മുറ്റത്ത് ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കൈനോട്ടക്കാരി അതിലേ വരുവാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് കൈ നോക്കണമെന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഗോമതി ഓടി വന്ന് പറയാണ്, മോളെ അവരെ ഒന്ന് നിങ്ങൾ വിളിക്കാവോ? എന്തിനാ അപ്പച്ചി അത്? അല്ല, ഒന്ന് കൈ നോക്കി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പച്ചി ഈ അന്ധവിശ്വാസത്തിലൊക്കെ എന്തിനാ ഇങ്ങനെ? അപ്പച്ചി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവരവരെ പാടുക്കി പോട്ടെ. എടി ഒന്ന് വിളിക്കടി, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്, ഒന്ന് വിളിക്കുക. അങ്ങനെ നിർബന്ധിച്ച് വിളിക്കാട്ടോ. അങ്ങനെ അവരകത്തേക്ക് കയറി വരുവാണ്. വരുമ്പോൾ തന്നെ മിത്രയ്ക്ക് അത്ര രസമാവണമൊന്നുമില്ല. ദേവിയും വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കൈ നോക്കണം, എൻ്റെ കൈ ഒന്ന് നോക്കി പറയണം. ചീട്ടെടുത്ത് പറയാമെന്ന് പറയാം കേട്ടോ മഹിനോട്ടക്കാരി. ശരി, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ പറയാം. ചീട്ടുകളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ തന്നെ ദേവിയെ നോക്കുകയാണ്. നോക്കിയുടനെ തന്നെ പറയാം കേട്ടോ. കുട്ടിക്ക് വയറ്റിലുണ്ടല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അതെ, എനിക്ക് അകാൻ ഗർഭിണിയാണ് എന്ന് പറയാം. കണ്ടോ, അവർ എങ്ങനെ അറിഞ്ഞു? ഇപ്പോൾ തന്നെ കണ്ടില്ലേ, വിശ്വസിക്കാൻ പറ്റുന്നതല്ലേ? അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇവൾ ഗർഭിണിയാണോ അല്ലെന്ന്? എന്നിട്ടും അവർ നോക്കി പറഞ്ഞില്ലേ. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? അല്ലെന്നേ, ആ കുട്ടിയുടെ മുഖശ്രീ കണ്ടാൽ തന്നെ അറിയില്ലേ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പിന്നെ ഞാൻ പറയാൻ പോണ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാം ശരിയാവണമെന്നൊന്നും ഇല്ല കേട്ടോ. ചിലത് ശരിയാവാം, ചിലത് ശരിയായിക്കൂടാന്നും ഇരിക്കും എന്നൊക്കെ പറയാം. അപ്പം മിത്ര പറയാം, എന്നാ ഒരു കാര്യം, ഞാൻ ഭാവിയിൽ ആരാവും അത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയാനുണ്ട്, അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റുമ്പോളെ? ഭാവിയിൽ ആരാവും, എന്താവണം, ആരായിത്തീരണം എന്നൊക്കെ അവനവൻ തന്നെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അപ്പം ഇത്ര ചമ്മി പോവാട്ടോ. ദേവിയും ഗോമതിയും കൂടെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. സാരമില്ല, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാനുള്ളത് തന്നെ പറയും. പക്ഷേ ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ടേ എന്തോ പ്രയാസമുള്ളവർ തോന്നുന്നല്ലോ. പുറമേ ചിരിച്ച് നിൽക്കുന്നെങ്കിലും ഉള്ളിൽ നല്ല കണൽ കത്തുന്നുണ്ട്. അത്രയ്ക്ക് വിഷമമുണ്ടെന്നാണ് എനിക്ക് തോന്നണേ എന്ന് ദേവി നോക്കി പറയുമ്പോൾ ഗോമതി പറയാം, അയ്യേ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി കേട്ടോ. അവളെ വലിയ കുടുംബത്തിലെ പെണ്ണ, കോടീശ്വരൻ്റെ മകളാണ്. അവൾക്കവിടെ ഒരു വിഷമമില്ല. അവർ പൊന്നുപോലെ വളർത്തിയത്. പിന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊടുന്നപ്പോഴും ഞങ്ങളും അവൾ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. എന്നാൽ നന്നായിരുന്നോട്ടെ എന്നവർ പറയട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചീട്ടുകളെല്ലാം നിരത്തുമ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ തന്നെ എടുത്തോ, ഞാൻ നോക്കി പറയാം. അങ്ങനെ ഗോമതി അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുകയാണ്. ആ ചീട്ട് അങ്ങോട്ട് കയ്യിലെടുക്കണതും അവരാകെ പേടിച്ച് വിറയ്ക്കാട്ടോ. എന്നിട്ട് അവർ പറയണം, അയ്യോ ഇതാണോ നിങ്ങളെടുത്തത്? ഈശ്വര, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്? അത് കേട്ടതും ഗോമതി ആകെ പേടിച്ചു പോയി. നിങ്ങൾ എന്താ കാര്യം പറഞ്ഞോ? അതല്ലെന്നേ, ഞാൻ പിന്നെ നിങ്ങളെടുത്ത ചീട്ട് എന്താണെന്നറിയോ? 10 തലയുള്ള രാവണൻ്റെ പടമാണ് എടുത്തിരിക്കുന്നത്. അതിനെന്താ കുഴപ്പം? രാവണൻ്റെ ജനനം അറിയില്ലേ? ജനിച്ച സമയത്ത് തന്നെ ലോകം മുഴുവനും കിടുങ്ങി. കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമായി ലോകം മൊത്തം കിടുക്കി. ദേവന്മാരെയും ഒക്കെ പേടിപ്പിച്ച് വിറച്ചുകൊണ്ടായിരുന്നു ആ ജനനം. പിന്നെ രാവണനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്? ഉഗ്രപ്പെട്ട ഒരു ദുഷ്ടനായ ഒരു രാക്ഷസനും കൂടിയാണ്. അയ്യോ, ഇതിനിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ കാര്യം? അതല്ല, ഈ ചീട്ട് തന്നെ നിങ്ങളെടുത്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു അനർത്ഥം വരാനിരിക്കുന്നു, ആർക്കോ വലിയൊരു ആപത്ത് വരാനിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോൾ ഗോമതി ആകെപ്പാടെ ഞെട്ടി വിറച്ചു പോയി. അയ്യോ, എൻ്റെ കുടുംബത്തിൽ എന്താപത്താ, ആർക്കാ? അയ്യോ, എനിക്കതൊന്നും അറിയില്ല, പക്ഷെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം ഇനി അങ്ങോട്ട് എന്നല്ല ഇങ്ങനെ പറഞ്ഞിട്ട്. എന്നിട്ട് അവർ പറയാം, മിത്രയോട് ദേവി പറഞ്ഞിട്ട് കാശ് എടുത്തിട്ട് വരാം. മിത്ര അകത്ത് പോയി പൈസ എടുത്തുകൊണ്ട് വരും കേട്ടോ. അത് അവർക്ക് കൊടുക്കുമ്പോൾ അവർ പറയും, അയ്യോ എനിക്ക് പൈസ ഒന്നും വേണ്ട. എന്താ കാര്യം? അതല്ല, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇനി കാശ് വാങ്ങില്ല, എനിക്ക് വേണ്ട. ഇവിടെ ഈ ചീട്ടെടുത്തതോടുകൂടി മതിയായി. ഇതുപോലൊരു ചീട്ട് ഇന്ന് വരെയും ആരും എടുത്തിട്ടില്ല. ഇവിടെ തന്നെയാണ് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു അനർത്ഥം നടക്കാൻ പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. വേണ്ട, ഞാൻ പോവാം എന്നും പറഞ്ഞ് അവർ പോകാൻ ഇറങ്ങിയിട്ട് മിത്രയുടെ മുഖത്ത് ഒന്നും കൂടെ നോക്കുക. എന്നിട്ട് പറഞ്ഞിട്ട്, മോളെ ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് നമ്മൾ തമ്മിൽ വീണ്ടും കാണേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ പോകണം. കാരണം മിത്ര ഇതിന് എതിരായിട്ട് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ട് പോണത്. അപ്പം മിത്രയ്ക്ക് അതും ഒരു സംശയമായി. ഗോമതി ആകെ പേടിച്ച് വരയ്ക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അതെ ഇത് പിന്നെ
ഇതിനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു പരിഹാരമുണ്ട്. അങ്ങനെ അവരൊരു ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ അവിടെ ഒരു പോറ്റിയുണ്ട്, അദ്ദേഹത്തെ കാണണം. പക്ഷേ നിങ്ങൾ ചെല്ലുമ്പോൾ ആ പോറ്റിയെ കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ആ പോറ്റിയെ കാണാൻ പറ്റിയില്ല, കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വരാൻ പോകുന്ന ഭവിഷ്യത്തെല്ലാം അനുഭവിക്കേണ്ടത് തന്നെ എന്നതിൻ്റെ അർത്ഥം കേട്ടോ. അയ്യോ ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയാകെ ടെൻഷനാകും. അപ്പം മിസ്ത്ര പറയാണ്, കണ്ടോ അപ്പച്ചി ടെൻഷനായത് കണ്ടോ, ഇതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളവരൊന്ന് വിളിച്ച് അകത്ത് കയറ്റരുതെന്ന്. അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോകും, എന്നിട്ട് ഇവിടെ കിടന്ന് ടെൻഷൻ അടിക്കും. മോളെ അങ്ങനെയല്ലടി, അവർ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എത്രയും വേഗം അമ്പലത്തിൽ പോയി കാര്യങ്ങളും ആ പോറ്റിയെ കണ്ട് എല്ലാ പരിഹാരവും കാണണം എന്നും പറഞ്ഞ് അവരങ്ങനെ പേടിച്ചും വിറച്ചൊക്കെ ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അനുമോള് അലോകിനെ കാണാൻ വികാസ് ഭവൻ്റെ അവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെ ചെന്ന് കാത്ത് നിൽക്കുകയാണ്. അവിടെ വന്ന് അനുമോളെ അലോക് പിക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് ബൈക്കിൽ. അനുമോൾ ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി തലയിൽ കൂടെ ഹെൽമെറ്റൊക്കെ വെച്ച് ഷോളൊക്കെ ഇട്ട് മറച്ച് ഒളിച്ചാണ് ഇരുന്ന് പോകുന്നുണ്ട് ബൈക്കിൻ്റെ പിന്നിൽ. ആ സമയത്ത് ആരും അതുവഴി പിക്കപ്പ് വാനുമായിട്ട് പോകുന്നുണ്ട്. കൂടെയുള്ള ആ ഒരു കൂട്ടുകാരനും ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരും അവിടുത്തെ ജോലിക്കാരാണല്ലോ. സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് പുറകെ ചെറിയൊരു വഴിയാണ്. അപ്പോൾ ആര്യൻ്റെ പുറകെ വന്ന് ഒത്തിരി ഹോൺ അടിക്കുന്നുണ്ട് അലോക്. ആര്യൻ സൈഡ് കൊടുക്കാതെ പോവാണ്. അപ്പോൾ പുറകെ ഇരുന്ന് അനുമോൾ പറയാം, അലോകെ പതുക്കെ പോയാൽ മതി, ആ വണ്ടി പൊക്കോട്ടെ സാരമില്ലാന്ന്. പക്ഷെ ഒത്തിരി നേരം അലോകിൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഹോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കിനും തൊട്ടടുത്തിരുന്ന പയ്യൻ ആര്യനോട് പറയാം, ആര്യ ചേട്ടാ ഒരു കാര്യം ചെയ്യും, സൈഡ് ഒതുക്കി കൂടെ, അവൻ പോട്ടെ. ഓ എന്തൊരടിയാണ് അടിക്കുന്നത്. അങ്ങനെ സൈഡ് ഒതുക്കി കൊടുക്കുക. അലോക് മുന്നിൽ കയറി പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ആര്യന് ചെറിയ സംശയം തോന്നുക കേട്ടോ. ഇത് അലോകല്ലേ അപ്പുറത്തെ കൃഷ്ണമംഗലത്തെ, അതേപോലെ തോന്നുന്നു. പുറകിലിരിക്കുന്ന പെണ്ണേതാ, ആരെങ്കിലും വളച്ചിട്ട് പോണതാണോ, ഒന്നും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ ആര്യനും അവർ രണ്ടും കൂടെ സംസാരിക്കുക. അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, ചേട്ടാ ചേട്ടൻ തെറ്റിയതാവാം, ചിലപ്പം അതുപോലെ എത്ര പേര് കാണും. അല്ലടാ അതേപോലെ ഇരിക്കുന്നു, എന്താവട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകട്ടോ. അവിടെ ഒരു കടയിൽ സാധനം ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആര്യൻ. അതിന് തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് ആൽമരത്തിൻ്റെ ചുവട്ടിൽ അനുമോളും അലുവും കൂടെ വന്നിരിക്കുന്നു സംസാരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട്, ഇതെങ്ങനെയെങ്കിലും വീട്ടിൽ അവതരിപ്പിച്ച് കല്യാണം എങ്ങനെയെങ്കിലും നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു. വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് സമാധാനം ആവുമല്ലോ, എങ്ങനെയാണ് അറിയിക്കുക. അപ്പോൾ അലോക് പറഞ്ഞോട്ട് എന്നാൽ പിന്നെ നീ പോയി പറ അപ്പച്ചിയോട്, എന്നിട്ട് കല്യാണം നടത്തി തരാൻ പറ. ആർക്കും ധൈര്യമില്ല, പിന്നെ എന്ത് ചെയ്യുക, ഇത് എത്ര കാലം ഒളിച്ചു വയ്ക്കാൻ പറ്റും. ഇങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ ലോഡ്ജിലും അവിടെ ഇവിടെയൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് കൈ കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ആര്യൻ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ നാട്ടുകാരങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അവർക്കാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ ഇരിപ്പും സംസാരവും ഒന്നും പിടിച്ചിട്ടില്ല. അവർ ചെന്ന് പറയാനുണ്ട്, അതെ ഇവിടെ സ്കൂൾ പിള്ളേരും മറ്റുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ ഉള്ള ഏരിയ, ഇവിടെ ഇപ്പോൾ സ്ഥിരമാക്കിയിട്ടുണ്ടല്ലോ, നീയൊക്കെ ഇവിടെ ഇതൊന്നും പറ്റത്തില്ല, പോടാ രണ്ടുപേരും പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ അലോക് തിരിച്ച് വഴക്കുണ്ടാക്കും കേട്ടോ. നിങ്ങൾ കുറേ സദാചാര പോലീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾ ആരാന്നാണ് നിൻ്റെയൊക്കെ വിചാരം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഞങ്ങളെന്നൊക്കെ പറയാം. മതിയടാ മതി, ആദ്യം എല്ലാം വരും ഇങ്ങനെയൊക്കെ തന്നെ പറയാം, പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങിക്കോളും, ഇവിടെ ഇതൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് ഒന്നും തള്ളുവായിട്ടോ. അവിടെ നിന്നും കൊണ്ട് അനുമോള് പറയുന്നുണ്ട്, അലോക് വഴക്കിനൊന്നും പോകണ്ടെന്ന്. പക്ഷേ അലോക് വഴക്ക് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ കടയിൽ നിന്നും കൊണ്ട് ആരും ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് നാട്ടുകാർ പറയുന്നത്, ഇതിവിടെ സ്ഥിരമാണ്, ഇപ്പോൾ ഓരോരുത്തന്മാരും ഓരോ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് വാചകവും സംസാരവും. ഇവിടെ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഇത് കണ്ടല്ലേ വളരുന്നത്, ഇവിടെയുള്ള പിള്ളേരും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും അവിടെ അടിയും ബഹളമൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ആരും അങ്ങോട്ട് ചെല്ലുവാട്ടോ അവിടെ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ അലോകിന് ചെറുതായിട്ട് മനസ്സിലാകുന്നുണ്ടോ. തൊട്ട് പിറകെ നിൽക്കുന്ന പെണ്ണാരെന്ന് പിടികിട്ടുന്നില്ല. അപ്പം തന്നെ അനുമോൾ ആര്യനെയും കാണുവാണോ, അയ്യോ ആര്യൻ ദേ ചേട്ടൻ വന്ന് നിൽക്കുന്നു, നമുക്ക് പോവാം അലോകയെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്ത് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോകുന്നതെങ്കിലും ആ ഡ്രസ്സും പിന്നെ അനുമോളുടെ ചെറിയൊരു മുഖച്ചായയും ഒക്കെ ആര്യന് കിട്ടി. ആര്യനാകെ സംശയമാവുന്നുണ്ട്, ദൈവമേ ഇത് അനുമോളാണോ, ഇവൻ്റെ കൂടെ എന്തിനാണ് പോകുന്നത്, ഒന്ന് അന്വേഷിച്ചാലോ. അങ്ങനെ മിത്രയെ വിളിക്കാട്ടോ. മിത്രയ്ക്കാണെങ്കിൽ ആര്യൻ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. ആഹാ ആര്യൻ എൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് വിളിച്ചതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നൈസായിട്ട് ആര്യൻ ചോദിക്കുകയാണ്. അതെ അവിടെ എല്ലാവരും എന്തേ, ജോലിക്കൊക്കെ പോയോ, മീനാക്ഷി ചേച്ചി പോയോ, ദേവി ചേച്ചി എന്തേന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അനുമോളുടെ കാര്യം എടുത്തിടുന്നുണ്ട്. അനു ഇല്ലല്ലോ ഇവിടെ, അനു രാവിലെ പോയല്ലോ, അവൾക്ക് ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞ് പോയി. അപ്പോൾ അനുമോൾ അവിടെ ഇല്ലേ, ഇല്ല, എന്താ കാര്യം, അല്ല ഞാൻ എല്ലാവരുടെ കാര്യം ചോദിച്ചപ്പോൾ അവളെ കാര്യം ചോദിച്ചു എന്നേ ഉള്ളൂ. അതോടുകൂടി നമ്മൾ ആര്യനാകെ സംശയം കേട്ടോ, അലോകിൻ്റെ കൂടെ പോയത് ഇനി അനുമോൾ തന്നെയാണോ എന്നൊരു സംശയം ആര്യന് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ആലോചിക്കുന്നുണ്ട്, അവളെന്തിനാ ഇവൻ്റെ കൂടെ പോകുന്നത്, ഇനി എനിക്ക് തെറ്റിയതാവുമോ, ഇനി വീട്ടിലില്ലയെന്ന് പറഞ്ഞ് ആരെയോ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത്, അപ്പോൾ അനുമോൾ തന്നെ ആയിരിക്കും അത് എന്ന് ആരും ഇങ്ങനെ പേടിച്ച് നിൽക്കാനോട്ടോ ടെൻഷനായിട്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.